കിടിലൻ സാധനം എന്റെ അമ്മോ. പാട്ട് കണ്ടല്ലോ നമ്മൾ ആദ്യം പോയ ആ ചെറിയ ഇത് ചാത്തൻ. എന്റെ അമ്മോ ഗൈസ്, എന്റെ ടീമിന് എന്റെ ഒരു ബിഗ് സല്യൂട്ട്. ക്രിയേറ്റീവ് ആൻഡ് ഗെയിം ഡയറക്ടർ അതുൽ ജോർജ്, ക്രിയേറ്റീവ് ഡയറക്ടർ അശ്വിൻ സുനിൽകുമാർ, ഗെയിം ഓപ്പറേഷൻ ആദിത്യൻ PS, മാർക്കറ്റിംഗ് ഹെഡ് അശ്വിൻ PV, മ്യൂസിക് ആൻഡ് സൗണ്ട്. അയ്യോ, അത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. SFXും മ്യൂസിക്കും സൗണ്ടും ഒരു കിടില, ഒന്നും പറയാനില്ല. അടിപൊളി 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 അടിപൊളി. ഗൈസ്, നിങ്ങളൊക്കെ കളിച്ചു നോക്കുക കേട്ടാ, നിങ്ങളൊക്കെ കളിച്ചു നോക്കുക. നല്ലൊരു എക്സ്പീരിയൻസ്. എന്റെ അമ്മ, എനിക്ക് തോന്നുന്നു ഞാൻ ഈ പ്രേതക്കളി ശരിക്കും പറഞ്ഞ ഒരു ഇന്റർനാഷണൽ കളി പോലും ഇതുവരെ ഇറങ്ങിയ സാധനം പോലും ഞാൻ കളിച്ചു തീർത്തിട്ടില്ല. ഞാൻ ഇതാണ് ആദ്യം കളിച്ചു തീർക്കണേ. വോൾട്ടിനുണ്ടല്ലോ വോൾട്ടിനുണ്ടോ? ഓ, വോൾട്ടിനെ ഹലോ. ഹലോ. അയ്യോ ബ്രോ, എടാ അടിപൊളി, കിടിലും കിടിലും, ഒരു രക്ഷയില്ല കേട്ടാ. വേറെ ആരാ ഉള്ളേ? ഞങ്ങളൊരു 7 പേര് ചേർന്നുണ്ടാക്കിയ സംഭവമായിരുന്നു. ബ്രോ 7 പേരോളം ആണല്ലേ? എത്ര നാളെടുത്ത് ഇത് ഡെവലപ്പ് ചെയ്യാൻ? ഹലോ. ഹലോ. ബ്രോ, ഞാൻ ക്രിയേറ്റീവ് ഡയറക്ടർ അശ്വിനെ. ഹായ് ബ്രോ. ഹായ് 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 ഹായ്. എത്ര നാളായി ഇത് ഡെവലപ്പ് ചെയ്തെടുക്കുക? എത്ര ടൈം എടുത്ത്? ഞങ്ങള് കറന്റ് ലാസ്റ്റ് ഫെബ്രുവരിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അലസ്ഡസ്, അപ്പൊ അതുലാണ് ആക്ച്വലി ഇത് സ്റ്റാർട്ട് ചെയ്തത്. പിന്നാണ് ഞാൻ അതുലിനായിട്ട് സംസാരിക്കുന്നതും ഈ ഒരു ഐഡിയ അതിൽ പറയുന്നതും എല്ലാം. പിന്നെ ഞങ്ങൾ എല്ലാരും ഇന്നായി, പിന്നെ ഇതിനെ ഈ ഒരു ലെവലാക്കി എടുത്ത് എല്ലാരും കൂടെ. അപ്പൊ ആക്ച്വലി ഇത് ശരിക്കും ലോ ബഡ്ജറ്റ് ഗെയിം ആണോ ഇത്? അതെ ബ്രോ, ലോ ബഡ്ജറ്റ് ഗെയിമാണ്. ലോ ബഡ്ജറ്റ് ഗെയിം ആണല്ലേ? ഞങ്ങൾ ഇതിനു വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം നമ്മളിപ്പോ യൂട്യൂബിൽ നിന്നെല്ലാം പഠിച്ച് അങ്ങനെ. ഇൻവെസ്റ്റേഴ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. പോക്കറ്റ് മണീസ് മുഴുവനും. എന്നാൽ ഈ ഗെയിം നിങ്ങൾക്ക് എന്റെ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുക, എത്ര രൂപയ്ക്കായിരിക്കും നിങ്ങൾ ഡെവലപ്പ് ചെയ്തത്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അറൌണ്ട് ഒരു 15K താഴെ ആയിരിക്കും. 15,000 രൂപ? അല്ല, ആ ഒരു മാർജിൻ ഞാൻ കംപ്ലീറ്റ്ലി അങ്ങനെ പറയാൻ ഒക്കില്ല, കാരണം ഇപ്പം നമുക്ക് അല്ലാതെ വേറെ എക്സ്പെൻസസ് വന്നിട്ടുണ്ട്. ബട്ട് ശരിയാണ്, കുറച്ച് കാര്യങ്ങൾ താഴെ വരും. അത് ഒരിക്കലും പറയാൻ ഒരു മാർജിൻ മാത്രമാണ് കേട്ടോ. പിന്നെ അതിന് ചിലപ്പോൾ അതില് അല്ലാതെ ഞങ്ങളുടെ എക്സ്പെൻസ് പോയിട്ടുണ്ട്. പിന്നെ മാർക്കറ്റിംഗ് സൈഡ് ഇൻഫോർമേഷൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ ഈ ഒരു വർഷം ഗ്യാപ്പില് ഇതിനെപ്പറ്റി പഠിച്ച് ഉണ്ടാക്കാൻ പഠിച്ച് ഇതിന്റെ കാര്യങ്ങൾ യൂട്യൂബിൽ നോക്കി പഠിച്ച് ചെയ്യുന്നതായിരുന്നു ഈ അതുൽ എന്ന് പറഞ്ഞ പയ്യനാണെ കൂടി. അതിലാണ് സത്യം പറഞ്ഞ ഇതിന്റെ ഒരു ബാക്ക് ബോൺ. അതിലിന്റെ ഐഡിയ ആണ്. വോൾട്ടിനല്ലേ? അല്ലല്ല, അതുൽ എന്ന് പറഞ്ഞ അലസ്ഡസ് എന്ന് പറഞ്ഞതിനകത്തൊരു പേര് കിടന്നില്ലായിരുന്നു. വോൾട്ടിന്റെ പേരപ്പ എന്താ? അടുത്ത പേരെന്താ? ആദിത്യൻ. ഇതിപ്പോ പാട്ട് കൊണ്ടോ നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ഒരു ചെറിയൊരു സസ്പെൻസ് ആയിരുന്നേ. സസ്പെൻസ് ആയിരുന്നു. ആണല്ലേ? ഇഷ്ടപ്പെട്ടോ ഗെയിം? ഇഷ്ടപ്പെട്ടോ? അയ്യോ ബ്രോ, എടാ അടിപൊളി അടിപൊളി. ഞാൻ ഇങ്ങനത്തെ സാധനങ്ങൾ കളിക്കത്തില്ല. ഇവന്മാർ ഇവിടെ ചാറ്റിൽ വന്ന് ഓരോ ദിവസം സ്പാം ചെയ്യും. എനിക്ക് ജംസ്കെയർ ഭയങ്കര പേടി. എനിക്ക് പാനിക് അറ്റാക്ക് ഒക്കെ വരും. ഞങ്ങള് കാണുന്നുണ്ടായിരുന്നു. ഞങ്ങള് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞ ആൾക്കാര് പേടിക്കുന്നതാണ് സന്തോഷം. ആണല്ലേ? പേടിക്കണം, അങ്ങനെയാണ് നമ്മള് ചെയ്യുന്നത്. ബ്രോ, മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ട കാര്യം ഇതിന്റെ മ്യൂസിക് SFX ആണല്ലേ? അതെ അതെ, കിടിലം. ആൻഡ് എന്താ പറയാ, നിങ്ങളുടെ ഒരു ആദ്യത്തെ വർക്കാണല്ലോ, ഞങ്ങൾക്ക് ഒരു ബഗ് പോലും എങ്ങും ഫീൽ ചെയ്തില്ല. ഒരു ബഗ് പോലും ഉണ്ടായില്ല. നമുക്ക് എങ്ങും ഗെയിം അങ്ങനെ ഇതായിട്ട് വന്നില്ല. എല്ലാം പ്രോപ്പറായിട്ട് കളിക്കാൻ പറ്റി. അതൊരു വലിയ കാര്യമാണ്, പറയാതിരിക്കാൻ വയ്യ. ശരിക്കും പറയാൻ ബ്രോ, നിങ്ങൾ ഈ ബഡ്ജറ്റിൽ നിങ്ങൾ ഇങ്ങനെ ഒരു സാധനമൊക്കെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അത്യാവശ്യം ബഡ്ജറ്റ് ഒക്കെ കിട്ടിയാൽ നല്ല സാധനങ്ങളൊക്കെ ഇറക്കി വിടാം. പറ്റും. നല്ല നല്ല പ്ലാൻസ് ഒക്കെ ആയിട്ട് നമുക്ക് സെറ്റാക്കാം. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ആൾക്കാരൊക്കെ ഒരുപാട് പേരുണ്ടാവും ഇതിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നിങ്ങളുടെ ലിമിറ്റഡ് ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ പ്രൂവ് ചെയ്തില്ലേ? ഇനി നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് ഒക്കെ ഇഷ്ടം പോലെ വരും.
വളരെ വളരെ സന്തോഷം. മൊബൈൽ വെർഷൻ ഇറക്കുമോ ചോദിക്കണം ഇവിടെ കുറെ പേര്. എല്ലാം മുമ്പോട്ട് നോക്കണം, മാക്സിമം എല്ലാം ശ്രമിക്കണം. നമുക്ക് ഈ സാധനം തന്നെ അതേപോലെ മൊബൈൽ വെർഷൻ ഒക്കെ ആക്കാൻ ഭയങ്കര പാടാണോ? ആണ് ബ്രോ, ഇച്ചിരി കാരണം പാടാ. ഒപ്റ്റിമൈസേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അത് പാടാണ്. ഇപ്പൊ ഈവൻ നമ്മള് സ്റ്റാർട്ടിങ് അല്ലേ, നമ്മൾ ഇതെല്ലാം പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ. അപ്പം ഈവൻ കമ്പ്യൂട്ടറിന് വേണ്ടി തന്നെ ഒപ്റ്റിമൈസേഷൻ നല്ലപോലെ അതിലും ഇവനും ഒക്കെ നന്നായിട്ട് പാടുപെട്ടിട്ടുണ്ട്. കാരണം നമുക്ക് എല്ലാവർക്കും നമ്മൾ വിചാരിക്കുന്നത് ഇപ്പൊ ടെസ്റ്റിംഗ് ആണെങ്കിൽ പോലും GTA ഒക്കെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു 10-150 പേരുന്നല്ലേ. ഞങ്ങൾ ഈ എല്ലാം കൂടെ ചെയ്തു വരുമ്പോ ഭയങ്കര പാടായിരുന്നു. അതാ ഇത്രയും ലോങ് ആയി പോയതും എല്ലാം. ഹൊറർ എഞ്ചിനാണോ എന്ന് ചോദിക്കാൻ പറയുന്നു ചാറ്റില്. എന്തോ ഹൊറർ എഞ്ചിനാണോ എന്ന് ചോദിക്കുമെന്ന്, അങ്ങനെയാണ് ഒരാൾ പറഞ്ഞത്. എന്താന്ന് എനിക്കറിയാം. ഇത് എന്തിലാ ഡെവലപ്പ് ചെയ്തത്? അൺറിയൽ എഞ്ചിനിലല്ലേ? ഓക്കെ ഓക്കെ. ഇഷ്ടപ്പെട്ടോ ഗെയിം? ശരിക്കും ഇഷ്ടപ്പെട്ടു പറഞ്ഞു. ഞാൻ വെറുതെ അങ്ങനെ താതായിട്ട് പറയണല്ല, നന്നായിട്ട്. എനിക്ക് ഭയങ്കര പേടിയാ സത്യം പറഞ്ഞ ഇങ്ങനത്തെ സാധനങ്ങൾ കളിക്കാൻ. ഒരു സെക്കൻഡ് ബ്രോ, നമുക്ക് അതുലിനെ ഒന്ന് ഇതിനകത്തോട്ട് കൊണ്ടുവരണം. അതുലിനോടൊന്ന് ഞാൻ ചോദിക്കട്ടെ ഒരു സെക്കൻഡ്. കൊണ്ടുവരാം. ജസ്റ്റ് ഒരു ടൈം തരുമോ? അല്ല, നിങ്ങൾ സംസാരിച്ചു, ഞാൻ പുള്ളിയെ ഒന്ന് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. ഇപ്പൊ കറന്റ് എത്ര ഡൗൺലോഡ്സ് ആയോ ഓൾട്ടിനെ? ഇപ്പം 1024 മണിക്കൂറിൽ 1000 കോപ്പീസ് സോൾഡ് ആയി. 1000 കോപ്പീസോളം. 1000 കോപ്പീസ്. എന്നറിയോ സംഭവം എന്താന്ന് വെച്ചാല്, മറ്റേ നമ്മള് ഗെയിമിനകത്ത് ഒരു RDR എന്നൊക്കെ കണ്ടില്ല, ദേഹത്ത് പറ്റിയ ഓരോ സാധനങ്ങളൊക്കെ പിടിപ്പിച്ച് മോക്ക് ക്യാപ് സ്യൂട്ട് എന്ന് പറയും, മോഷൻ ക്യാപ്ചർ സ്യൂട്ട്. ഈ സംഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ അശ്വിനിലേക്ക് നമ്മുടെ സാധാരണ ക്യാമറ വെച്ചിട്ട് അതിൽ വീഡിയോ ഷൂട്ട് ചെയ്ത് അതിന്റെ മോഷൻസ് എടുത്തിട്ടാണ് ഈ പോറ്റിയൊക്കെ ആദ്യത്തെ സീനിനകത്ത് ഇങ്ങനെ കുറെ ഇല്ലായിരുന്നു, ട്രെയിലറും എല്ലാം ഇവൻ അഭിനയിക്കുന്നൊക്കെ. ആണേലും നല്ല ഞാൻ തന്നെ ഫോണിൽ തന്നെ എങ്ങനെയൊക്കെയോ എല്ലാം കൂടെ റെഡിയാക്കി എടുത്തു. ഇത് നിങ്ങളെല്ലാം കംപ്ലീറ്റ്ലി അല്ലാതെ ഡെവലപ്പ് ചെയ്തതല്ലേ? ഈ ഇതൊന്നും ഇല്ലല്ലോ? ഇപ്പൊ ആദ്യം കണ്ടൊരു ആനിമേഷൻ ഇല്ലായിരുന്നു, ഒരു കഥ പോലെ. അത് ഫുള്ള് 2D ആനിമേഷൻ വരച്ചതായിരുന്നു. അത്രയും ഫ്രെയിംസ് ഫുള്ള് ഇപ്പൊ ഒരു 5 സെക്കൻഡ്സ് എന്ന് പറഞ്ഞാൽ 200 ഫ്രെയിംസ് കാണും. അത് വരയ്ക്കും, പടം വരയ്ക്കും. അങ്ങനെ അവർ ചെയ്തു, ലൈക്ക് ആനിമേ സ്റ്റൈലിൽ തന്നെ. അപ്പൊ അതുപോലെ നമ്മളൊരു ഗെയിം സ്റ്റീമിലോട്ട് കൊണ്ടുവരാൻ അവർക്ക് പൈസ കൊടുക്കണ്ടേ? കൊടുക്കണം. അവർക്ക് ക്രിയേറ്റർ അക്കൗണ്ടിന് പൈസ വേറെ കൊടുക്കണം. അത് നല്ല എക്സ്പെൻസ് ആവും. അതൊരു 10 ആവും. 10, 7, 9 ആ റേഞ്ച് വരും. നമുക്ക് സ്റ്റോർ അതുകൂടാതെ ഗെയിം മാത്രമാട്ടോ പറഞ്ഞേ. അതെല്ലാം കൂടാതെ സ്റ്റീമിലേക്കുള്ളതുണ്ട്, അല്ലാത്ത പൈസയുണ്ട്. മനസ്സിലായി. സോ ഈസ് ഇറ്റ് സക്സസ് ബ്രോ? ഒബ്വിയസ്ലി ആ ചോദ്യം എന്താണ്, അത് സക്സസ് തന്നെയാണ്. ലൈക്ക് നമ്മളെ കേരളത്തിൽ ഭയങ്കര സക്സസ്. കാരണം എന്താ വെച്ചാൽ ഇൻട്രോ ഒക്കെ മലയാളത്തിൽ പറയുന്നത് ഞാൻ ആദ്യം. അതെ, അവര് ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്ത ഗെയിം 1000 പേര് പൈസ കൊടുത്ത് വാങ്ങിയെന്ന് പറയണത് തന്നെ ഒരു വലിയ മൈൽ സ്റ്റോൺ ആണ്. ഞങ്ങൾക്ക് ഞങ്ങൾ ആദ്യത്തെ ദിവസം തന്നെ ഇത് ഇറങ്ങിയിട്ട് 16 ലൈവോളായിരുന്നു യൂട്യൂബിൽ, ചുമ്മാ തെക്കയിൽ. അത് കാണുമ്പോ തന്നെ ജീവൻ പോയി ഞങ്ങളുടെ. അത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. ഈശ്വരനാണ്. എന്തായാലും പുതിയ പ്രോജക്ട്സ് ഒക്കെ വരട്ടെ ബ്രോ, അടിപൊളിയായിട്ട് വരട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മോട് പറഞ്ഞാൽ മതി, നമുക്ക് സെറ്റ് ആക്കാം. അപ്കമിങ് പ്രോജക്ട്സ് ഒക്കെ അടിപൊളിയായിട്ട് വരട്ടെ. ആൻഡ് താങ്ക് യു. നല്ലൊരു ഗെയിം നമുക്ക് തന്നതിന്. ആൻഡ് നമ്മുടെയൊക്കെ കൾച്ചറിൽ നിന്ന് അല്ല, നമ്മുടെ നാട്ടിലെ കുറെ ഈ ട്രഡീഷൻസും ബാക്കിയുള്ളത് വെച്ച് ഒരുപാട് കാര്യങ്ങൾ ബിൽഡ് ചെയ്യാം. ഇപ്പൊ ഈ ചൈനീസ് മിത്തോളജിയിലൊക്കെ ഗെയിംസ് ഇറങ്ങുന്നത് പോലെ നമ്മുടെ നാട്ടിലത്തെ കുറെ അങ്ങനത്തെ പരിപാടികളുണ്ടല്ലോ, നമ്മൾ കേട്ട് വളർന്ന കുറച്ച് കാര്യങ്ങൾ. അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാമെങ്കിൽ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് അതുപോലത്തെ കുറെ സാധനം ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ശരിയാണ്, ഒരുപാട് കഥകളുണ്ട് നമുക്ക്. അതെ, സത്യം. ഇപ്പൊ മറ്റേ ലോകയൊക്കെ ചെയ്യണില്ലേ, മറ്റേ കുറെ കല്യാങ്കാട്ട് നീലി, അങ്ങനെ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ. അങ്ങനെ അതുപോലെ എന്തെങ്കിലും ഒക്കെ കുറെ സാധനങ്ങൾ കൊണ്ടുവരാം. അതെ, നമുക്ക് ഫോറിൻ സ്ട്രീമേഴ്സിന്റെ ഒക്കെ ലൈവ് സ്പാം ചെയ്യാം, തെക്കേ രണ്ട് കളിക്കാൻ. അപ്പൊ ബ്രോ എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. നിങ്ങളെല്ലാരും കളിച്ചതിൽ ഒരുപാട് താങ്ക് യു കേട്ടോ. എല്ലാരും സോ മച്ച്. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിയത്തില്ല, അതുകൊണ്ട് ഓൾ ഗുഡ്. ഓക്കെ. അയ്യോ, എന്റെ ശബ്ദം പോയി കേട്ടോ. എന്റെ ശബ്ദം ഇല്ല ഇനി 2 ദിവസത്തേക്ക്. എനിക്ക് കിടന്ന അലറി കാറി എന്റെ സൗണ്ട് പോയി.
ഓക്കെ ബ്രോ എന്നാ ഓക്കെ ബ്രോ എന്നാ ഓക്കെ ബ്രോ ഓക്കെ ഓക്കെ ശരി ഓക്കെ ബ്രോ ഓക്കെ ബ്രോ താങ്ക് യു ശരി. നാളെ തന്നെ അവന്റെ വീട്ടിലോട്ട് പോവാ, കുറച്ച് കാശ് മേടിക്കാനുണ്ട്. 1000 കോപ്പി വെച്ച് കുറച്ച് കാശ് മേടിക്കാനുള്ളത്. ചേച്ചി, ഇന്ന് ഞാൻ Thanks card ല് ഈഗിൾ ബ്രോയുടെ പേരൊക്കെ ഉണ്ട്. രാത്രി 1:15 ഞാൻ എന്ത് ചെയ്യാൻ, എന്റെ സൗണ്ട് പോയി എന്റെ. ഞാൻ ബ്രോ താങ്ക്സ് കാർഡില് അതില് ഗെയിമില് പേരൊക്കെ എഴുതിയിട്ടുണ്ട് ഈഗിൾ ബ്രോയുടെ. ഏത് ഗെയിമിനകത്തോ? ഗെയിമിനകത്ത് ലാസ്റ്റ്. ആ ഓ അത് ഞാൻ കണ്ടില്ല കേട്ടാ. അതുണ്ട്. ഹരിത വേസ്റ്റ് ഒക്കെ ഉണ്ട്. പിന്നെ വരാതിരിക്കോടാ, നമ്മുടെ പിള്ളേരല്ലേ. ഹരിതവീസ് ഒക്കെ ഉണ്ടല്ലേ? അത് കണ്ടില്ലല്ലോ. നോക്കട്ടെ, ഓപ്പൺ ചെയ്ത് നോക്കട്ടെ. അത് ലാസ്റ്റ് ലൈവ് എടുത്ത് നോക്കണം തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ക്രെഡിറ്റ്സിലില്ല, ക്രെഡിറ്റ്സ് കാണിക്കത്തില്ലല്ലേ? ക്രെഡിറ്റ്സ് അല്ല, അത് ലാസ്റ്റ് എഴുതി കാണിക്കും. അതിലൊക്കെ ക്രെഡിറ്റ്സിലൊക്കെ കാണിക്കണമെങ്കിൽ നമ്മൾ പൈസ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും കേട്ടാ. കൊടുക്കേണ്ടി വരും. അത് ഈഗിൾ ബ്രോ ആദ്യം കൊടുക്കേണ്ടി വരും. അതെ അതെ. അടുത്തൊക്കെ പറഞ്ഞാൽ ചിലപ്പോ നമുക്ക് എടാ ഈ ബഡ്ജറ്റ് പബ്ജി കളിക്കാൻ എന്റെ സൗണ്ട് പോയി എന്റെ. കാണിച്ചു തരാം ബ്രോ. ലൈവ് ഹരിത ബെസ്റ്റ് വൈബ്രേസ്. കുറെ പേരുണ്ടല്ലോ. കൊള്ളാം. എല്ലാരും ഉണ്ട്. ഓ സെറ്റ്. നാളെ കൺസേർട്ട് ഇല്ലേ? നാളെ ഇല്ല. നാളെ കൺസേർട്ട് ഒന്നും ഇല്ല. എനിക്ക് സൗണ്ട് ഇല്ല. ഞാൻ പിന്നെ എങ്ങനെ കോൺസേർട്ടിന് പോകും? ഇനി 6-ാം തീയതി പരിപാടി. 6-ാം തീയതിക്കുള്ളിൽ സൗണ്ട് തിരിച്ചു കൊണ്ടുവരണം. അയ്യോ, കോച്ച് ഉണ്ടോ ഇവിടെ? കോച്ച് സ്റ്റീവ് ഉണ്ടോ? സ്റ്റീവ് അറിയില്ല. കോച്ച് ചേട്ടനെ പേടിപ്പിക്കാൻ വേണ്ടി സൗണ്ട് ഉണ്ടാക്കിയത് കഴുകാപ്പം കാണിക്കുന്ന പോലെ. കോച്ച് വാതിൽ മുട്ടാ മിമിക്രി ചെയ്യ, കഴുത കാമം കാണിക്കുന്ന പോലെ. എന്താ എന്നൊക്കെ കേൾപ്പിക്കുന്നത്. ഈ അരി എപ്പ பார்த்தாலும் காமனாவே இருக்காண்டா. എന്റെ തലയെ எப்ப பார்த்தாலும் காமம். കോച്ച് ആ ലൈവ് ഒന്ന് കണ്ടു. കോച്ച് കാണിക്കുന്നത് இல்லையே, நான் ஈகிள் லைவ்ல பாக்கும்போது ஈகிள் பேடிக்கிறான். அது போதும் எனக்கு. മനസ്സമാധാനം. எனக்கு என்னோட சந்தோஷம் வந்துட்டு ஈகிள் வந்துட்டு பேடிச்சா. കട്ട് ചെയ്ത് പറയാൻ വിളിച്ചപ്പം അത് ഭയങ്കര voice. ഭയങ്കര മോശം. മോശം. ഒന്നുകൂടെ വിളിക്കട്ടെ. 12 മണിക്ക് தான்டா அவன் ஏஞ்சிட்டான். ബാത്റൂമിലാണ് ഉറപ്പാ. അണ്ണാ ബാത്റൂമിലെന്നാ. ഓ ചെവിയൊക്കെ അടിച്ചു പോയി കേട്ടോ. ഇത് സൗണ്ട് കേട്ട് ഏട്ടാ മറ്റേ സീൻ എവിടെയും കണ്ടത് ഞാന്. എടാ ഞാൻ ആ കിണറിന്റെ അവിടെ നിന്ന് പോയത് ആ സീൻ മിസ് ചെയ്ത് കേട്ടോ. പക്ഷേ അത് ഞാൻ എപ്പ കണ്ടുള്ളൂ. ഞാൻ എവിടെയോ വെട്ടം വന്നു റൂമിൽ. വെട്ടം. അവന്റെയൊക്കെ പ്രേതക്കളി ഇന്നത്തോടെ അവസാനിപ്പിച്ചോളാം. എന്റെ അമ്മച്ചി. ഗോഡ് ഓഫ് വാർ കണ്ടിന്യൂ. പവർ സ്റ്റേഷൻ ആയത്. കോച്ച് അങ്ങനെ ഗോഡ് ഓഫ് വാർ എപ്പ തിരിച്ച് കണ്ടിന്യൂ ചെയ്യണം കോച്ച്. നമ്മുടെ ഈ ഇതൊന്ന് തീർത്തിട്ട് വേണം. അത് കളിക്കുകയാണെങ്കിൽ റെഗുലർ ആയിട്ട് കളിക്കണം കോച്ച്. ഇതൊന്ന് തീർത്തിട്ട് ഇന്നോടെ ഇതൊന്ന് തീർക്കാം നമുക്ക്. ഓക്കെ. ഇതെന്താ അശ്വിൻ ബ്രോ കൊടുത്ത ചാലഞ്ച് നീ കണ്ടിന്യൂ പண்றியா? ഇല്ല അടുത്തത് ഇനി ഒരു 12 മണിക്കൂർ വയ്യ കോച്ച്. അയ്യോ ചത്തു. ഇന്നലെ തന്നെ വയ്യാണ്ടായി. ഇന്നലത്തോടെ എന്റെ സൗണ്ട് പോയതാ. ഇന്നിപ്പോ കിടന്ന് അലറി എന്റെ വീണ്ടും സൗണ്ട് പോയി. ഇനി ഒരു 12 മണിക്കൂർ വയ്യ കോച്ച്. എനിക്ക് റെഡ് ബുൾ ഒന്നും കുടിച്ചിരിക്കാൻ വയ്യ. ഇന്നലെ നെഞ്ചുവേദന എടുത്തിട്ടുണ്ടല്ലോ പണ്ടാരം. അയ്യോ ഒരുമാതിരി സത്യം. ഇതൊക്കെ ഡെയിലി കുടിക്കുന്നവരെ സമ്മതിക്കണം.